നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം RBL ബാങ്കിന്റെ അക്വിസിഷനാണ്. അക്വയർ ചെയ്യുന്നത് ദുബായ് സർക്കാരിന്റെ എമിറേറ്റ്സ് NBD ബാങ്കാണ്. എമിറേറ്റ്സ് NBD ബാങ്കിന് ഏഷ്യ പസഫിക് റീജിയനിൽ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് RBL ബാങ്കിനെ ഏറ്റെടുക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. ഏകദേശം 60% അടുത്ത് വരുന്ന ടോട്ടൽ സ്റ്റേക്ക് ആയിരിക്കും ഏറ്റെടുക്കപ്പെടുന്നത്. ഏകദേശം 27,000 കോടി രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ടാവും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെയുള്ളതിനെ കുറിച്ച് നമുക്ക് കണക്കാക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ FDI ആണ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ ഇത്. 27,000 കോടി രൂപയുടെ ഏറ്റെടുക്കൽ എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം 1000 മില്യന് തത്തുല്യമായിട്ടുള്ള പുതിയ ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി എമിറേറ്റ്സ് NBDക്ക് അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം 280 രൂപ എന്ന നിലവാരത്തിലായിരിക്കും ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 300 രൂപയുടെ അടുത്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 7 മുതൽ 8% വരെയുള്ള ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഈ ഒരു പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ഈ ഒരു ഫണ്ട് ഇൻഫ്യൂഷൻ എമിറേറ്റ്സ് NBDക്ക് ഏകദേശം 60% സ്റ്റേക്ക്, അതായത് കൺട്രോളിംഗ് സ്റ്റേക്ക് എന്തായാലും ലഭിക്കും. അങ്ങനെ എമിറേറ്റ്സ് NBD ആയിരിക്കും ഇനി മുതൽ പുതിയ പ്രൊമോട്ടേഴ്സ്. നമുക്കറിയുന്ന പോലെ തന്നെ സെബിയുടെ ഓപ്പൺ ഓഫർ ഇതിനെ തുടർന്ന് ടേക്ക് ഓവറിനെ തുടർന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 26% മിനിമം ടേക്ക് ഓവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഓഫർ കൊടുക്കണം. അതായത് ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക്, RBL ബാങ്കിന്റെ ഷെയർസ് കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് അത് തിരിച്ച് എമിറേറ്റ്സ് NBDക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ഇതുവഴി ലഭിക്കും. അത് സെബിയുടെ റൂൾസ് ആണ്. അപ്പോൾ ഈ ടേക്ക് ഓവർ കഴിയുമ്പോഴത്തേനും പിന്നെ എമിറേറ്റ്സ് NBDയുടെ ബ്രാഞ്ചുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം RBL എന്ന് അറിയപ്പെടും. അതെല്ലാം RBLിലേക്ക് മേർജ് ചെയ്യും. അതുപോലെ തന്നെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 1000 കോടിയിൽ നിന്നും 1800 കോടി രൂപയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുവഴി പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണം എമിറേറ്റ്സ് NBDക്ക് ലഭിക്കും. അപ്പോൾ ഇതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇത് നോക്കേണ്ട ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇപ്പോൾ ഓൾറെഡി RBL ബാങ്ക് ഹോൾഡ് ചെയ്യുന്നവരുണ്ടാകാം, കുറച്ച് പേര് ഈ പറഞ്ഞതുപോലെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടാകും. ഈ രണ്ടുപേരെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വാർത്ത വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിലാണ് സത്യത്തിൽ ഇത് ഏകദേശം 160-165 നിലവാരത്തിൽ നിന്നും ഇങ്ങോട്ട് ഒരു 4-5 മാസങ്ങൾ കൊണ്ട് ഏകദേശം 300 രൂപ നിലവാരത്തിലേക്കൊക്കെ കയറി വന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു ഫണ്ട് ഇൻഫ്യൂഷൻ കൊണ്ട്, അതായത് ഏകദേശം 27,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ലെൻഡിങ് കപ്പാസിറ്റി, അതായത് പണം കൂടുതൽ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള മാർക്കറ്റിംഗ്, നമുക്കറിയുന്ന പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ അകത്ത് HDFCയുടെയും ICICIയുടെ ഒക്കെ അപ്രമാദിത്യമാണ്. അതിനൊക്കെ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റം വരുത്തുമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പരിധിവരെ RBL ഇന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്നതിന് പകരം ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും, പ്രത്യേകിച്ച് ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക്. കാരണം പ്രീമിയം സെഗ്മെന്റിലേക്ക് കോമ്പറ്റീഷൻ കാഴ്ചവെക്കണമെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഇനീഷ്യൽ പീരീഡിൽ നമ്മുടെ സ്പെൻഡിങ് വളരെ കൂടുതലായിരിക്കണം. അത് IT ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമല്ല, മാർക്കറ്റിങ്ങിലും മാത്രമല്ല, പക്ഷേ സർവീസിനും കൂടുതൽ സ്പെൻഡിങ് വേണം. ആ ഒരു സ്പെൻഡിങ് ആണ് സത്യത്തിൽ ഈ ഒരു അഡീഷണൽ ഫണ്ട് ഇൻഫ്യൂഷൻ കൊണ്ട് RBLന് ലഭിക്കുന്നത്. മറ്റൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് NBD എന്ന് പറഞ്ഞത് ദുബൈയിലെ ഏറ്റവും വലിയ അസറ്റ് വെച്ച് നോക്കുമ്പം ഏറ്റവും വലിയ ബാങ്കാണ്. അപ്പോൾ ഇത് ഒരു കുറച്ചുകൂടി ഒരു നല്ല സ്റ്റെബിലിറ്റി ഈ RBLന് നൽകും. ബാങ്കിനെ സംബന്ധിച്ച് സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കാം എന്ന് കരുതപ്പെടുന്ന ഒരു കാര്യം, NBDയുടെ ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു എക്സ്പോഷർ RBLനും കൂടി ലഭിച്ചേക്കാം. അത് പൂർണ്ണമായിട്ടും ലഭിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയൊരു അറിവില്ല. പക്ഷേ എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ, RBL ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HDFCക്കൊക്കെ ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ളതുപോലെ. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം സെപ്പറേറ്റ് കമ്പനികളായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇതിന് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. നമുക്ക് പറയുന്ന പോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് ഇൻഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ, ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ പെർസെൻറ്റേജ് ഷെയർസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഡൈല്യൂഷൻ ആയി പോകും. കാരണം ആദ്യം 100 ഷെയർ ഉള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഷെയർ ഉണ്ടെങ്കിൽ 1% നിങ്ങൾ ഹോൾഡ് ചെയ്യും. പക്ഷേ ഒരു 200 ഷെയർ ആയിട്ടാണ് മാറുന്നതെങ്കിൽ നിങ്ങൾക്കത് 0.5% ആയി മാറും. ഇങ്ങനത്തെ ഒരു ഷെയർ ഹോൾഡിംഗ് ഡൈല്യൂഷൻ നടന്നു പോകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ്. ഏകദേശം ഒരു 8% അടുത്ത് വരുന്ന ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിനെ കുറിച്ച് നോക്കുമ്പം ചിലപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള വില ആ ഒരു ലെവലിലേക്ക് കുറച്ചൊന്ന് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരിസ്ഥിതിയിൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കുമോ അതുപോലെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കുമോ എന്നുള്ളതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ വാല്യൂഷനെ കുറിച്ച് വളരെ സമയം എടുത്തൊന്നും ചെയ്യുന്നില്ല. പക്ഷേ വാല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫെയർലി വാല്യൂഡ് സ്റ്റോക്കാണ് ഇന്നത്തെ രീതിയിൽ. അതായത് ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തുന്നതിന് മുമ്പ്, ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തുന്നതോട് കൂടിയിട്ട് അതൊരു അട്രാക്റ്റീവായി എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അക്വിസിഷൻ കോസ്റ്റ് ആയിട്ടുള്ള ഒരു 280-276 എന്ന് പറയുന്ന ഈ ഒരു വില നിലവാരം അത് വളരെ ആകർഷണീയമായിട്ടുള്ളൊരു വിലയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ
ഇതിൻ്റെ ഏകദേശം ആ ഒരു വില നിലവാരത്തിനൊക്കെ അടുത്തുണ്ട് എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് ഒരു കുറച്ച് ആകർഷണീയതയുള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിൽ വെക്കുക, ബാങ്കുകൾ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറോ അല്ലെങ്കിൽ IT-യോ ഡിഫൻസോ ഇതൊക്കെ പോലെ ഒരു സെക്ടർ സൈക്ലിക്കായിട്ട് വന്നിട്ട് ഒരു പെട്ടെന്ന് ബൂം ചെയ്യുന്ന ഒരു സെക്ടർ അല്ല ബാങ്കിങ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ. അത് ഒരു കാലത്തും ഭീകരമായിട്ട് തകർന്നടിയില്ല, പക്ഷെ അതേസമയം തന്നെ ഒരു കാലത്തും ഭീകരമായിട്ട് ബൂം ചെയ്യാനുള്ള ഒരു സാധ്യതകളുമില്ല. കാരണം അതിൻ്റെ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള കുറച്ചൊരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ഇടയിലുള്ള ഒരു വാല്യൂഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അലോട്ട്മെന്റ് പ്രൈസ് ഇന്നുള്ളതിനേക്കാളും ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഒരു വോളറ്റിലിറ്റി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു എൻട്രി ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണെങ്കിൽ ഈ ഒരു പ്രൈസിലുള്ള ഒരു എൻട്രി പലപ്പോഴും ലാഭകരമായി മാറാനുള്ള ഒരു സാധ്യത കുറച്ചൊരു കുറവാണ്. ലോങ് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇന്നത്തെ രീതിയിൽ അതൊരു ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എൻട്രിക്ക് മുമ്പ് ടെക്നിക്കൽസ് നോക്കുക, നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് നോക്കുക, പൊസിഷൻ സൈസിങ് നോക്കുക. അതിനുശേഷം മാത്രം ഏതൊരു സ്റ്റോക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.